അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി ഇടപെടുന്നത്. ഞാൻ അനുഭവിച്ചത് എന്റെ സഹോദരങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് അവരെ മാറ്റാൻ എന്ത് പ്രതിഷേധം ഉണ്ടായാലും എത്രമാത്രം എന്നെ ബ്രാൻഡ് ചെയ്താലും ഞാൻ അതിൽ പതരത്തില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ പേരിൽ മാത്രം നീതി നിഷേധിക്കപ്പെടുന്ന, ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്ത നൂറുകണക്കിന് ജനങ്ങൾ ഇന്നും കേരളത്തിലുണ്ട് സാറേ. കേന്ദ്ര സർക്കാരിനെ ഞാൻ വിമർശിക്കുമ്പോൾ പ്രശ്നമില്ല, എന്നാൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചാൽ ഉടനെ പറയും ക്രിസംഖിയാണ്. പാകിസ്ഥാൻ രൂപീകൃതമായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളുടെ ശതമാനവും ഇപ്പോഴുള്ള ന്യൂനപക്ഷങ്ങളുടെ ശതമാനവും കൂടെ നോക്കിയാൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് അറിയാം. ടെറസും വീടും കാറും ഫ്രിഡ്ജും പണമുള്ളവന് ലഭിച്ചാൽ നാട്ടിൽ വികസനമായെന്നോർത്ത് നടക്കണ വിവരം കെട്ടോന് നാടിന് അപകടമാണ് ചിന്താഗതി, അത് മനസ്സിലിരുന്നോട്ടെ. ഈ പാടി നടന്നവർക്കെല്ലാം ടെറസും വീടും കാറും ഫ്രിഡ്ജും ഒക്കെ വന്നോടുകൂടി പാട്ടൊക്കെ നിന്നു. സർ, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവർ നേരിടുന്ന, പ്രത്യേകിച്ച് ഈ വ്യവസ്ഥാപിത സഭകൾക്ക് അത്രയും പ്രശ്നമില്ലെങ്കിലും പുതിയ സഭകൾക്ക്, പെന്തക്കോസ്ത് സഭകൾക്ക് ഒക്കെ നേരിടുന്ന ഒരു വലിയ പ്രശ്നം ആരാധനാലയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം. ഒരു സ്ഥലത്തൊരു ആരാധനാലയം പണിയണമെങ്കിൽ അതിനിപ്പോൾ പല തട്ടിലുള്ള അനുമതികൾ ആവശ്യമുണ്ട്. അനുമതിയൊന്നും കലക്ട്രേറ്റിൽ നിന്ന് മാത്രം മതിയെന്നോ അങ്ങനെ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇത് ലഭിക്കുന്നതിന് വലിയ തടസ്സങ്ങളുണ്ട്. പക്ഷേ മറ്റ് പല മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ തടസ്സങ്ങളൊന്നുമില്ല. ക്രൈസ്തവർക്ക് മാത്രം നേരിടേണ്ടി വരുന്ന ഒരു വലിയ പ്രശ്നമാണ് ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നം. ഈ വിഷയത്തെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും? അത് ഏതറ്റത്തോളം സാർ അതിനെക്കുറിച്ച് ചിന്തിച്ചു? സാറേ, ഇത് ക്രൈസ്തവ സമൂഹം ഇന്ന് നേരിടുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ്. നിലവിലുള്ള സഭകൾക്ക് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചർച്ചസിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ നിലവിലുള്ള കെട്ടിടങ്ങളിൽ അവർ ആരാധന തുടരുന്നത് കൊണ്ട് അവരൊരു പുതിയ സ്ഥലത്ത് ആരാധനാലയമോ അല്ലെങ്കിൽ ശ്മശാനമോ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്താൽ അല്ലെങ്കിൽ സ്ഥാപിക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്താൽ ഇതേ പ്രശ്നം അവർക്കുമുണ്ട്. അവിടെയാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത്. നമ്മൾ പ്രതിഷേധിക്കുമ്പോൾ ആൾക്കാർ പറയും ക്രിസ്ത്യാനി കണ്ടോ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതികരിച്ചു, ഇവൻ ക്രിസംഖിയ. ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രയാസം ഞാൻ പറയാം. വളരെ പെട്ടെന്ന് ഒരാളെ ഒരു ഐഡന്റിറ്റി ചാർത്തി കൊടുത്ത് മാറ്റി നിർത്താൻ സാധിക്കുന്ന ഒരു വാക്കാണ് സാറേ. CAA പ്രശ്നം വന്നു. CAA പ്രശ്നം വന്നപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രസംഗിച്ച ആളാണ് ഞാൻ. അന്നത്തെ എൻ്റെ അറിവനുസരിച്ച് ഇക്വാളിറ്റി ബിഫോർ ലോ അത് ഭരണഘടന ഉറപ്പു നൽകുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതിൽ മുസൽമാനെ മാത്രം മാറ്റി നിർത്തുന്നത് അനീതിയാണെന്നുള്ള എൻ്റെ ധാരണയനുസരിച്ച് ഞാൻ CAAക്കെതിരെ പ്രസംഗിച്ച ആളാണ്. എന്നാൽ പിന്നീട് എനിക്കതിൽ മനസ്സിലായി, അത് കൂടുതലായി പഠിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അവിടെ ആരാണുള്ളത്? മുസ്ലിം സഹോദരങ്ങളുള്ളത്. അവിടെ പ്രയാസം അനുഭവിക്കുന്നത് ആരാ? ന്യൂനപക്ഷങ്ങൾ. പാകിസ്ഥാൻ രൂപീകൃതമായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളുടെ ശതമാനവും ഇപ്പോഴുള്ള ന്യൂനപക്ഷങ്ങളുടെ ശതമാനവും കൂടെ നോക്കിയാൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് അറിയാം. അനുദിനം പാകിസ്ഥാനിൽ നിന്നുള്ള റിപ്പോർട്ട് വരുന്നതാണ്. അവിടെ നിന്നും ജീവരക്ഷാർത്ഥം ഓടി വരുന്നവരാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ. അന്നേരം അവർക്ക് സ്വാഭാവികമായി അഭയം കൊടുക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. CAAയിലൂടെ അതാണ് ഉദ്ദേശിച്ചത്. ഒരു മുസ്ലിം രാജ്യത്ത് മുസൽമാന് താമസിക്കാൻ കഴിയാതെ അവൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ചില ഇന്റൻഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ ഈ പലായനം പലയിടത്തും നടക്കുന്നത് നമുക്കറിയാം. സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പ്രയാസം ഉണ്ടാകുമ്പോൾ ഇവരാരും സൗദി അറേബ്യയിലേക്ക് പോകുന്നില്ല. ഇവരാരും മറ്റ് ഭൂപ്രദേശമുള്ള വലിയ മുസ്ലിം രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇവരെല്ലാം ചെല്ലുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലാണ്. അവസാനം ഇപ്പം ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ഒക്കെ ഗതികേട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടന്റെ ഗതികേട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അത് ഇന്റൻഷനലായ മൂവാ. ഇന്ത്യ ഗവൺമെന്റ് അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് CAA കൊണ്ടുവന്നു എന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാകാൻ പാശ്ചാത്യ രാജ്യങ്ങളിലെ കലാപത്തിന്റെ ചരിത്രം പഠിക്കേണ്ടി വന്നു. അന്നേരമാണ് ഇതിലെ സത്യം മനസ്സിലായത്. പക്ഷേ
അന്ന് ഞാൻ CIA എതിർത്തിരുന്നു. അന്ന് ആരും പറഞ്ഞില്ല ഇവൻ തീവ്ര ദേശീയവാദിയാ, ദേശസ്നേഹിയാണ്, കണ്ടോ BJP സർക്കാരിനെ എതിർക്കുന്നു എന്നും പറഞ്ഞ് ഇവരാരും പറഞ്ഞില്ല. കർഷക സമരം വന്നപ്പോൾ കേരളത്തിൽ CPM ഇറങ്ങുന്നതിന് മുൻപ് കേരളത്തിലെ തെരുവുകളിൽ ഇറങ്ങിയത് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ആണ്. അതിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ നമുക്കറിയാവുന്ന ഒരു പ്രസ്ഥാനം ഇറങ്ങണമെങ്കിൽ അതിന്റെ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്നത്. ഈ പ്രകടനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് ഞാനാണ്. തിരുവല്ലയിൽ പോലും നമ്മുടെ സഭാധ്യക്ഷന്മാർ എല്ലാവരും കൂടെ ചേർന്ന് മാർത്തോമാ സഭയുടെ ആസ്ഥാനത്ത് നിന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അന്ന് ആർക്കും പ്രശ്നമില്ലായിരുന്നു. കേന്ദ്ര സർക്കാരിനെ ഞാൻ വിമർശിക്കുമ്പോൾ പ്രശ്നമില്ല. എന്നാൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചാൽ ഉടനെ പറയും ഇവൻ കൃസംഖിയാണ്. അത് പണ്ടുകൊണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ പറഞ്ഞാൽ നമ്മളെ പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനി എന്നല്ല ബ്രിട്ടീഷുകാർ പറയുന്നത്, ദേശദ്രോഹി എന്നാ പറയുന്നത്, രാജ്യദ്രോഹി എന്നാ പറയുന്നത്. കാരണം ബ്രാൻഡ് ചെയ്ത് ഒതുക്കാനുള്ള ഒരു നീക്കാണ്. അതുകൊണ്ട് ഇന്നിവര് കൃസംഗീത വിളിച്ചാലും സംഗീത വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. എന്നെ സംബന്ധിച്ച് എന്റെ ക്രിസ്തു ബോധ്യമാണ് പ്രധാനം. ക്രിസ്തു ഉയർത്തുന്ന മൂല്യങ്ങളിൽ, ദൈവരാജ്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ഇന്നത് തെറ്റാണെന്ന് തോന്നിയാൽ അത് കേന്ദ്രം ചെയ്താലും സംസ്ഥാനം ചെയ്താലും ഞാൻ എതിർത്ത് പറയും. ഇന്നത് ശരിയാണെന്ന് തോന്നിയാൽ ആര് ചെയ്താലും ശരിയാണെന്ന് പറയും. അത് പറയുന്നതിന്റെ പേരിൽ ബ്രാൻഡ് ചെയ്താൽ അങ്ങനെ ഭയക്കില്ല. ഇവിടെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബ്രാൻഡിങ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതിലാണ് പ്രയാസം ഉണ്ടായിരിക്കുന്നത്. സാറിവിടെ ചോദിച്ചത് ആരാധനാലയവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. എന്തുകൊണ്ട് അതിൽ ഇക്വാളിറ്റി ഉണ്ടാകുന്നില്ല? പെന്തക്കോസ്തോ, മർത്തോമയോ, കത്തോലിക്കയോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സഭകൾ തമ്മിലുള്ള വിശ്വാസത്തിൽ ഞാനൊന്നും കാണുന്നില്ല. രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോടെ ചേർത്തിരുന്നു എന്നാണ് അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരുത്തന് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവൻ ക്രിസ്തു എന്ന തലയുടെ ശരീരമായ സഭയുടെ ഭാഗമാകും. അതുകൊണ്ട് ഏത് സഭയ്ക്കുണ്ടാകുന്ന പ്രശ്നവും ക്രിസ്തുവിന്റെ ഗാത്രത്തിനുണ്ടാകുന്ന പ്രശ്നമാണ്. ഇവിടെ ആരാധനാലയവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് JB കോശി കമ്മീഷനുമായി ബന്ധപ്പെട്ട് വിവിധ സഭകൾക്ക് ക്ലാസ് എടുത്തപ്പോൾ അത് പെന്തക്കോസ്ത് സഭകൾക്ക് ഉൾപ്പെടെ ക്ലാസ്സുകൾ എടുക്കുകയുണ്ടായി. IPC ഒക്കെ ആണെങ്കിൽ അവരുടെ 2 ജില്ലകളിലെ പാസ്റ്റേഴ്സിനെ ഒരുമിച്ച് കൂട്ടി സൂമിൽ മീറ്റിംഗ് ആയി. അന്നേരം അവരൊക്കെ ഉന്നയിച്ചതാണ് എയർ ടൈറ്റ് ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ശബ്ദം പോലും പുറത്ത് കേൾക്കാത്ത ഹോളിനകത്ത് ആരാധന നടത്താം, അതിനൊരു സ്വാതന്ത്ര്യം കൊടുക്കാൻ പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ തയ്യാറല്ല. എന്നാൽ അതേസമയം തന്നെ ചില ആരാധനാലയങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രഭാഷണങ്ങൾ പൂർണ്ണമായി കേൾക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് എന്ന് താമസിക്കാറുണ്ട്. ഒരേ സമയം ഇങ്ങനെയുള്ള വിശ്വാസ സമൂഹത്തിന്റെ എന്തിനാ ഓപ്പണായിട്ട് സംസാരിക്കാം. മുസ്ലിം സഹോദരങ്ങൾ മസ്ജിദുകളിൽ ഉച്ചയ്ക്ക് നടത്തുന്ന പ്രഭാഷണം 3 ഒരേ സമയം കേൾക്കേണ്ടി വരും. എന്നാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ എയർ ടൈറ്റ് ആയിട്ടുള്ളിടത്ത് ആരാധന നടത്താമെന്ന് പറഞ്ഞാൽ അതിന് സ്വാതന്ത്ര്യം കൊടുക്കത്തില്ല. ഇവിടെ ക്രിസ്ത്യാനിക്ക് ഒരു ആരാധനാലയം ഉണ്ടാക്കണമെങ്കിൽ 100 കടമ്പകളാണ്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു കെട്ടിടത്തിന് പെർമിഷന് പോകണമെങ്കിൽ അവർ അവിടുന്ന് ഇവിടുന്ന് എല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നു. എങ്ങനെ തടയണമെന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അതേസമയം യാതൊരു പെർമിഷനും ഇല്ലാതുള്ള കെട്ടിടത്തിൽ മറ്റ് മതസമൂഹങ്ങൾ ആരാധന നടത്തുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള നിലയിൽ ഉച്ചഭാഷണിയിലൂടെ പുറത്തേക്ക് അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കുവാനോ നടപടി എടുക്കുവാനോ നട്ടെല്ലുള്ള ഭരണകൂടം കേരളത്തിലില്ല എന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ക്രൈസ്തവ സമൂഹത്തിന് കൂടുതലൊന്നും വേണ്ട, ഈക്വൽ ജസ്റ്റിസ്. നമ്മളും ഇന്ത്യയുടെ സിറ്റിസൺ അല്ല. ഇവിടെ താമസിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എന്റെ സഹോദരന് ലഭിക്കുന്ന, ഇതര മതവിശ്വാസങ്ങളിലുള്ളവന് ലഭിക്കുന്ന ഈക്വൽ ജസ്റ്റിസ് എനിക്ക് ലഭിക്കണ്ടായോ? ഇത് തികഞ്ഞ അനീതിയല്ലേ? മതത്തിന്റെ പേരിലുള്ള വിവേചനമല്ലേ? ഇതെങ്ങനെ സഹിക്കുവാൻ കഴിയും? അതുകൊണ്ട് എനിക്കിത് കേൾക്കുന്നവരോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള തുല്യ നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവിടെയാണ് അരുത് കാട്ടാള, നീതി നിഷേധം പാടില്ല, നീ കാണിക്കുന്നത് തെറ്റാണ് എന്ന് തുറന്നു പറയുവാൻ കഴിയേണ്ടത്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന് ഈ പ്രശ്നത്തിൽ നീതി നിഷേധമുണ്ട്, ശക്തമായ ഇടപെടൽ ഉണ്ടാകും എന്നാണ് എനിക്കിത് പറയാനായിട്ടുള്ളത്. അതോടനുബന്ധിച്ചൊരു ചോദ്യം കൂടെ, ഈ JB കോശി കമ്മീഷന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്തുവാ? പിതാവായ ദൈവമൊഴികെ പുത്രൻ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് അതിലെ സത്യം. ഈ ക്രൈസ്തവ സമൂഹത്തിന് നീതി നിഷേധം ഉണ്ടാകുന്നു, അവർക്ക് പ്രയാസമുണ്ട് എന്നത് ദീർഘകാലമായി സഭകളും സഭാ സമൂഹങ്ങളും പറഞ്ഞു കിടക്കുന്നത്. ഈ ക്രൈസ്തവ സമൂഹത്തിലെ ചിലർക്ക് ചിലതൊക്കെ ഉണ്ടെന്ന് കരുതി. ചിലർക്ക് നല്ല പള്ളികൾ കാണും,
ചിലയിടത്ത് ജനങ്ങൾക്ക് നല്ല കെട്ടിടങ്ങൾ കാണും. ഇതൊക്കെ ഉണ്ടെന്ന് കരുതി ക്രൈസ്തവ സമൂഹത്തിൽ എല്ലാവരും ധനികരാണെന്നോ ഉന്നത നിലയിലാണെന്നോ ചിന്തിക്കരുത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു പ്രവർത്തകനായിരുന്നു. അത് ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങളെയും കൊണ്ട് ശാസ്ത്ര കേരളം, യുറേക്ക ഇതൊക്കെ വായിച്ച് അവരുടെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് ഉണ്ട്. ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങളെയും കൊണ്ട് യാത്രകൾ നടത്താറുണ്ട്, റാലികൾ നടത്താറുണ്ട്. അന്ന് പറഞ്ഞു തന്നൊരു മുദ്രാവാക്യമാണ്: ടെറസും വീടും കാറും ഫ്രിഡ്ജും പണമുള്ളവന് ലഭിച്ചാൽ നാട്ടിൽ വികസനമായെന്നോർത്തു നടക്കണ വിവരം കെട്ടോനെ നാടിൻ അപകടമാണ് ചിന്താഗതി, അത് മനസ്സിലിരുന്നോട്ടെ. ഈ പരിഷത്തിന്റെ പ്രവർത്തകരൊക്കെ ഇടത് സഹയാത്രികരുമായിരുന്നു. ഈ പാടി നടന്നവർക്കെല്ലാം ടെറസും വീടും കാറും ഫ്രിഡ്ജും ഒക്കെ വന്നതോടുകൂടി പാട്ടൊക്കെ നിന്നു. ഇതേ കാര്യം ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന്റെ കേസില് വളരെ പ്രസക്തമാണ്. ക്രൈസ്തവ സമൂഹത്തിൽ ചിലർക്ക് ടെറസും വീടും കാറും ഫ്രിഡ്ജും നല്ല കെട്ടിടങ്ങൾ ആരാധനയ്ക്കും നല്ല വീടുകളും ഉണ്ടെന്ന് കരുതി ക്രൈസ്തവ സമൂഹത്തിൽ എല്ലാവരും ഉന്നതരാണെന്ന് കരുതരുത്. KCCയുടെ അവകാശ സംരക്ഷണ യാത്ര നടത്തി കഴിഞ്ഞപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഇന്നത്തെ സുന്നഹദോ സെക്രട്ടറി, നിരണം ഭദ്രാസനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്: മോനെ, നീ ചെയ്യുന്ന പ്രവൃത്തി വളരെ പുണ്യമാണ്. എന്റെ സമൂഹത്തിൽ ഇന്നും ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം എന്ന് പറഞ്ഞു. സാറേ, ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് ക്രൈസ്തവ സമൂഹത്തിന് നീതി ലഭിക്കണമെന്നും പറഞ്ഞ് ഇടപെടാൻ കാരണം ഞാനിത് അനുഭവിച്ചവന്. ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പോൾ പുസ്തകത്തിന് വേണ്ടി, ബുക്കിന് വേണ്ടി വിഷമിച്ചവനാണ് ഞാൻ. വസ്ത്രം നമുക്ക് ഒരു ദിവസം കൊണ്ടുവരുന്നത് നനച്ച് തന്നെ യൂണിഫോം നാളെ കൊണ്ടുപോകേണ്ട ഗതികേടുണ്ട്. ആകുമ്പോൾ പ്രയാസം അനുഭവിച്ചത്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചത് എന്റെ അയൽപക്കത്തുള്ള ഒരു കുട്ടി 9ാം ക്ലാസ്സിൽ തോറ്റപ്പെടാം. ഞാൻ അന്ന് ഇതില് ദുഃഖം അനുഭവിച്ചു എന്ന് പറയാൻ കാരണം ആ കുട്ടിയുടെ പുസ്തകമായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആ കുട്ടി തോറ്റതോടുകൂടി എനിക്ക് വർഷം ആ പുസ്തകം കിട്ടിയില്ല. പുതിയ പുസ്തകം മേടിക്കുക എന്ന് പറയുന്നത് എന്റെ കൂട്ടുള്ള ഒരുത്തിനെ സംബന്ധിച്ച്, എന്റെ വീട്ടുകാരെ സംബന്ധിച്ച് പ്രയാസമാണ്. ഞാൻ പരീക്ഷ എഴുതുമ്പോൾ പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ സുഹൃത്തായ മധു എന്ന് പറയുന്ന ഒരാൾ. ഞാനിവിടെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ ഞാനത് പരസ്യമായി പറഞ്ഞ കാര്യം. ഈ മധു എന്റെ സ്പോൺസറായിരുന്നു. എനിക്ക് പരീക്ഷ എഴുതാൻ പേപ്പർ, അവന്റെ അച്ഛന് കടയുണ്ടായിരുന്നു. ഈ അടുത്ത സമയത്ത് അവന്റെ അച്ഛൻ മരിച്ചുപോയി, ഞാനവിടെ പോയിരുന്നു. അവൻ എനിക്ക് പേപ്പർ കൊണ്ടുതരും പരീക്ഷ എഴുതാൻ. അങ്ങനെ വളർന്നു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സമൂഹത്തിൽ ഇന്നും അങ്ങനെയുള്ളവരുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തണം. അവിടെ എന്നെ ബ്രാൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല. ഞാൻ അനുഭവിച്ചതാ. ഞാൻ അനുഭവിച്ച പ്രയാസം ഇന്ന് എന്റെ സമൂഹത്തിൽ അനുഭവിക്കുന്നവരുണ്ട് എന്നറിഞ്ഞിട്ടും ഞാൻ നിശബ്ദനായിരുന്നാൽ എന്റെ അത്രയും നീചനില്ല. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി ഇടപെടുന്നത്. ഞാൻ അനുഭവിച്ചത് എന്റെ സഹോദരങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് അവരെ മാറ്റാൻ എന്ത് പ്രതിഷേധം ഉണ്ടായാലും എത്രമാത്രം എന്നെ ബ്രാൻഡ് ചെയ്താലും ഞാൻ അതിൽ പതരത്തില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ പേരിൽ മാത്രം നീതി നിഷേധിക്കപ്പെടുന്ന, ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്ത നൂറുകണക്കിന് ജനങ്ങൾ ഇന്നും കേരളത്തിലുണ്ട് സാറേ. ദളിത് ക്രൈസ്തവരുടെ പ്രശ്നം അതെങ്ങനെ സഭയ്ക്ക് അറിഞ്ഞില്ല എന്ന്, സഭ അതിൽ ഇടപെടുമ്പോൾ എങ്ങനെ അതിനെ നിഷേധിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയും? മദ്രസ അധ്യാപകർക്ക് ക്ഷേമനിധി കൊണ്ടുവന്നപ്പോൾ ജീവിതം മുഴുവൻ സുവിശേഷത്തിന് വേണ്ടി മാറ്റിവെച്ച, അവസാന കാലത്തെ ചികിത്സയ്ക്ക് പോലും നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട ഉപദേശിമാർ മാത്രമല്ല അച്ഛന്മാരുണ്ട്. 40 വർഷം സേവനം ചെയ്തിട്ടും 5 പൈസ പെൻഷൻ കിട്ടാത്ത അച്ഛന്മാരുണ്ട്. കേരളത്തിലെ സഭകളെല്ലാം സമ്പന്നമല്ല. അച്ഛന്മാർക്ക് സാലറി കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത, പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത സഭകൾ ഇന്ന് കേരളത്തിലുണ്ട്. അവരെ ഒന്നും കണ്ടില്ല എന്ന് കേരള സമൂഹത്തിന് എങ്ങനെ പറയാൻ കഴിയും? ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മതം പഠിപ്പിക്കുന്നവർക്ക് ആനുകൂല്യം കൊടുക്കുകയാണെങ്കിൽ മതം പഠിപ്പിക്കുന്ന എല്ലാവർക്കും കൊടുക്കണം. ന്യൂനപക്ഷം എന്ന് മാത്രമല്ല, ആർക്ക് വേണേലും നിങ്ങൾ കൊടുത്തോ. ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, അതുണ്ടാകണമെന്നേ പറയുന്നുള്ളൂ. ഭരണഘടന സംരക്ഷിക്കണമെന്നേ പറയുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ശബ്ദം ഉയർത്തുന്നത്. അതിൽ ശബ്ദം ഉയർത്തുമ്പോൾ നമ്മളെ നിശബ്ദരാക്കാൻ ശ്രമിച്ചാൽ അതിന്റെ നീതിബോധത്തിന്റെ ഭാഗമാണ്. ക്രിസ്തു പഠിപ്പിച്ച ദൈവരാജ്യ മൂല്യങ്ങളുടെ ഭാഗമാണ്. അവിടെ അവസാനത്തവനും ഒരു നാണയം കൊടുക്കുന്ന ക്രിസ്തുവിന്റെ നീതിബോധം എന്നെ ഭരിക്കുന്നത്. അതിലൊന്നും ആരും ഭയപ്പെടുത്തി നിശബ്ദനാക്കാമെന്ന് കരുതാൻ ജീവൻ കൊടുക്കേണ്ടി വന്നാലും സാറേ, ഞാൻ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവന്റെ വരവിങ്കൽ എടുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവൻ.
അതിനുവേണ്ടിയുള്ള യാത്രയിൽ കൊല്ലപ്പെട്ടാലും എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്റെ നീതിബോധവും വിശ്വാസവും എന്നെ നയിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ നിലപാടുമായിട്ട് ഞാൻ മുൻപോട്ട് പോകും. ഓക്കെ, ജെ.ബി. കോശി കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ ചോദിച്ചത്. അതിനകത്ത് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ പറ്റും സാറേ? ജെ.ബി. കോശി കമ്മീഷനിൽ ക്രൈസ്തവന്റെ ഈ ദുഃഖിതമായ അവസ്ഥ അതിൽ ഇടപെടണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടു. ദളിത് പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ KCC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാനും അന്നത്തെ KCC പ്രസിഡന്റോട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നിവേദനം കൊടുത്തു. അനക്കമൊന്നുമില്ല. അവസാനം ഒരു തെരഞ്ഞെടുപ്പായപ്പോൾ ഇത് പ്രശ്നമാകുമെന്ന് കരുതിക്കൊണ്ട് ജസ്റ്റിസ് JB കോശി കമ്മീഷനെ നിയമിച്ചു. കമ്മീഷനിലെ അംഗങ്ങൾ നമുക്കറിയാം. JB കോശി സാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന പുന്നു സാറിനെയും ക്രിസ്റ്റഫർ സാറിനെയും എല്ലാവരും നമുക്കറിയാം. ഇവരെല്ലാം തന്നെ അതത് മേഖലകളിൽ എക്സ്പേർട്സ് ആണ്. ഒരു DGP ആയിരുന്ന ആള്, രാഷ്ട്രപതിയുടെ തന്നെ സെക്രട്ടറി ആയിരുന്ന ആ നിലയിലുള്ള ഒരു IAS ഓഫീസർ, ഇവരൊക്കെയാണ്. ഇവർ പഠിച്ചു, ലക്ഷക്കണക്കിന് നിവേദനങ്ങൾ വന്നു. ഇതെല്ലാം അവിടെ പഠിച്ച് റിപ്പോർട്ട് കൊടുത്തു. സ്വാഭാവികമായ റിപ്പോർട്ട് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? അത് നടപ്പിലാക്കാനുള്ള ക്രമീകരണം ചെയ്യണം. അതിന് കഴിവുള്ള സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. മുൻപൊരു ഇടത് സർക്കാർ, അച്യുതാനന്ദൻ സർക്കാർ, പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ റിപ്പോർട്ട് വന്നു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചു. മിനിറ്റ് വെച്ച് അത് നടപ്പിലാക്കി. അത് നടപ്പിലാക്കാൻ സർക്കാരിന് അറിയുകയും ചെയ്യാം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് സത്യത്തിൽ സർക്കാർ ഒരു 6 മാസത്തിനുള്ളിൽ അത് നടപ്പിലാക്കണം. ഒരനക്കവും ഇല്ല. ക്രൈസ്തവ സംഘടനകളെല്ലാം നിരന്തരമായിട്ട് ഇതിൽ പ്രതിഷേധം അറിയിച്ചു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അത് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചു. കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് അത് പഠിക്കാനായിട്ട് പിന്നെ എന്തിനാ കമ്മിറ്റി? വകുപ്പ് സെക്രട്ടറിമാരെ വെച്ചു. അന്നേരം അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ജസ്റ്റിസ് JB കോശി കമ്മീഷനേക്കാൾ, അതിലെ അംഗങ്ങളെക്കാൾ എക്സ്പേർട്സ് ആണ് നമ്മുടെ വകുപ്പ് സെക്രട്ടറിമാർ എന്നൊരു ധാരണ കൊടുക്കുന്നത്. ഇത് ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നടപടിയല്ലാതെ എന്താ? അങ്ങനെയാണെങ്കിൽ പഠിച്ചിട്ട് ഇത്രയും കാലമായല്ലോ, ഇവനൊന്നും പഠിച്ചിട്ട് ഇതുവരെ മനസ്സിലായാലും പിന്നെ ഇനി പഠിച്ചിട്ട് കാര്യമല്ല, ഇത് നടപ്പിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റിസ് JB കോശി കമ്മീഷനിൽ സംസ്ഥാന സർക്കാർ കാട്ടുന്ന അനാസ്ഥ ക്രൈസ്തവ സമൂഹത്തിന് നീതി കൊടുക്കുന്നതിൽ ഇവർക്കുള്ള വൈമനസ്യമാണ് തെളിയിക്കുന്നത്. അല്ല എങ്കിൽ അവർ പറയട്ടെ എന്തുകൊണ്ട് അവർക്ക് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഇപ്പോഴും കമ്മീഷൻ റിപ്പോർട്ടിൽ യാതൊരുവിധ നടപടികളും നടപ്പിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അതിനു മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും എന്തെങ്കിലും അനക്കിക്കൊണ്ടുവരും. ഇത് ക്രൈസ്തവ സമൂഹത്തോടുള്ള അവഗണനയാണ്. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പിലാക്കിയില്ലെങ്കിൽ ഇടത് സർക്കാർ ക്രൈസ്തവ സമൂഹത്തോട് കാട്ടുന്ന തികഞ്ഞ അനാസ്ഥയും അവഗണനയും മാനിച്ചുകൊണ്ട് സർക്കാരിനെതിരെ പരസ്യമായി സഭകൾ രംഗത്തിറങ്ങണമെന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അല്ല എങ്കിൽ സർക്കാർ ഇത് നടപ്പിലാക്കാൻ തയ്യാറാണ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ട പല കാര്യങ്ങളും ഇത് പറഞ്ഞിട്ടുണ്ട്. മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിന്റെ രൂപത്തിൽ, സാറേ, മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് മന്ത്രി ജലീൽ അതും കൊണ്ടുവന്നത്. അന്ന് അദ്ദേഹം അത് അവതരിപ്പിച്ചുകൊണ്ട് അസംബ്ലിയിൽ പറഞ്ഞ വാചകങ്ങളുണ്ട്, ഇപ്പോഴും എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതിന്റെ ക്ലിപ്പ് എന്റെ മൊബൈലിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത്, സർ, ഇവർ മതം പഠിപ്പിക്കുന്നവരാണ് സർ, അവരെ സംരക്ഷിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് സർ. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പാവപ്പെട്ട സുവിശേഷകർ, അവർ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് കൊടുക്കാൻ ഞാൻ പറയുന്നില്ല. എന്നാൽ ജീവിതം മുഴുവൻ സുവിശേഷത്തിന് വേണ്ടി മാറ്റിവെച്ച നമ്മുടെ പാവപ്പെട്ട സുവിശേഷകർക്ക്, അച്ഛന്മാർക്ക് പെൻഷൻ കിട്ടുന്ന, കാര്യമായ പെൻഷൻ എന്ന് പറയുന്നൊന്നും അച്ഛന്മാർക്കും കിട്ടുന്നില്ല സാർ. അച്ഛന്മാർക്ക് കിട്ടുന്ന പെൻഷനും അവരെ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടറ്റവും മുട്ടിച്ചുകൊണ്ട് പോയി. ഇവരൊന്നും ഈ സമ്പന്നരൊന്നുമല്ല. നമ്മൾ നോക്കുമ്പം ഈ പ്രമുഖ സഭകളൊക്കെ തന്നെ പെൻഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും സർക്കാർ ജീവനക്കാരുടെ പെൻഷനുമായി ബന്ധപ്പെട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരംശം മാത്രമേ ഉള്ളൂ. എന്നാൽ ക്രൈസ്തവ സമൂഹത്തിന് പണ്ട് മുതലേ ഉള്ള ഒരു ദർശനമാണ്. ഞാനും സാറുകൂടെ മാന്യമായ വസ്ത്രം ധരിച്ചേ വന്നിരിക്കത്തുള്ളൂ. നമ്മുടെ സുവിശേഷകർ മാന്യമായ വസ്ത്രം ധരിച്ച് ശുഭ്രവസ്ത്രധാരികളായിട്ട് അവർ പോകുന്നത്. ഇതിന്ന് വൈകിട്ട് കൊണ്ട് കഴുകിയിട്ടിട്ട് വേണം ഇന്നലെ കഴുകിയിട്ട് എടുത്തോണ്ട് അവർക്ക് പോകാൻ. അങ്ങനെയാണ് ഈ കറുത്ത പുസ്തകം എടുത്തോണ്ട് അവർ പോകുന്നത്. ഇത് കണ്ടുകൊണ്ട് അവർക്ക് പ്രയാസമില്ലെന്ന് ധരിക്കരുത്. അവർക്ക് തികഞ്ഞ പ്രയാസമുണ്ട്. ഈ പ്രയാസത്തിൽ മതന്യൂനപക്ഷത്തിൽപ്പെട്ടവർക്ക് അവർക്ക് കൊടുക്കുന്നതൊക്കെ ഇവിടെയും കൊടുത്താൽ മതി, കൂടുതലൊന്നും കൊടുക്കണ്ട. 50 രൂപ കൊടുത്ത് മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിൽ ചേർന്നവർക്ക് 7500 രൂപ വരെ പെൻഷൻ കൊടുക്കുന്നു. ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ
എന്റെ സഹോദരങ്ങൾ, അത് ക്രൈസ്തവ സമൂഹത്തിലുള്ളതാണെങ്കിലും മുസ്ലിം സമൂഹത്തിലുള്ളതാണെങ്കിലും ഹിന്ദു സമൂഹത്തിലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അവർക്കെന്നെ തിരുത്താം. 7500 രൂപ വരെ പെൻഷൻ, അവരുടെ പെൺമക്കളെ കെട്ടിക്കുന്നതിന് സാമ്പത്തിക സഹായം, അവർക്ക് വീട് വെക്കാൻ പലിശരഹിത വായ്പ, അവർക്ക് മെഡിക്കലായിട്ടുള്ള ക്ലെയിം കൊടുക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതനുസരിച്ച് സ്കോളർഷിപ്പ് കൊടുക്കുന്നു, ഏത് കോഴ്സിന് പോയാലും അതിന്റെ ഫീസ് റീഇംബേഴ്സ് ചെയ്യുന്നു. എന്തിന്? അവർ മരിച്ചാൽ അവരുടെ മയ്യത്ത് സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള പണം വരെ സർക്കാർ കൊടുക്കുന്നു. ഇതൊക്കെ എങ്ങനെ സാർ ഒരു സമൂഹത്തിന് മാത്രം കൊടുക്കാൻ കഴിയുന്നത്? ഇതിന് അവകാശം എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും കൊടുക്കണം. അതേ നമ്മൾ പറയുന്നുള്ളൂ. ജസ്റ്റിസ് JB കോശി കമ്മീഷനിൽ അത് പരാമർശിച്ചു. സാറേ, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ദളിത് ക്രൈസ്തവരുടെ ആനുകൂല്യം നിഷേധിച്ചത്, അതിലാണ് എനിക്ക് കോൺഗ്രസ് സർക്കാരിനോട് ദേഷ്യമുള്ളത്. 1950 ഓഗസ്റ്റ് 10 ഈ കരിനിയമം വരുന്നത്. അന്ന് വരെ പട്ടികജാതിയിൽപ്പെട്ട എല്ലാവർക്കും സംവരണം ലഭിച്ചിരുന്നു. നമുക്കറിയാം, പട്ടികവർഗത്തിന് ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. ട്രൈബൽ സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ട് പട്ടികജാതിയിൽപ്പെട്ട എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. 1950 ഓഗസ്റ്റ് 10 പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ ഇത് എടുത്തു കളഞ്ഞു. കോൺഗ്രസ് സർക്കാരാണ് ചെയ്തത്. മതത്തിന്റെ പേരിൽ എങ്ങനെയാണ് ഒരു നിയമനിർമ്മാണം നടത്താൻ കഴിയുന്നത്? ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമല്ലേ? അവിടെ മതത്തിന്റെ പേരിൽ നിയമനിർമ്മാണം നടത്തിയതിലൂടെ മതേതരത്വത്തെ തച്ചുടയ്ക്കുന്ന ആദ്യത്തെ നടപടി കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതുവരെയും ആരും തിരുത്തിയില്ല. അതുപോലെ മതപരിവർത്തന നിരോധന നിയമമാണെങ്കിലും പല കോൺഗ്രസ് സർക്കാരുകളാണ് ആദ്യം കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരാ. സാറേ, ഇപ്പോൾ ഇവര് ഈ മുതലക്കണ്ണീർ ഒഴുക്കുമ്പോ എനിക്കുള്ള ചോദ്യം, നിങ്ങൾ വെടിമരുന്നിന് തീ കൊളുത്തിയിട്ട് ഇത് മുഴുവൻ കത്തുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ക്രൈസ്തവ സമൂഹത്തിന് ദോഷം ചെയ്തത് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സർക്കാർ. ഞാനിത് പറയുമ്പം ഏതെങ്കിലും പാർട്ടിയോടുള്ള താല്പര്യം കൊണ്ടെന്ന് പറയരുത്, ചെയ്ത അനീതിയെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അത് കഴിഞ്ഞ് നമുക്കറിയാം VP സിംഗ് വന്നു, അതോടൊപ്പം തന്നെ ഗുജറാൾ വന്നു, ചന്ദ്രശേഖർ വന്നു. ഈ മന്ത്രിസഭയിലൊക്കെ ഇടതുമുന്നണിക്ക് സ്വാധീനം ഉണ്ടായിരുന്നു. ഇവരാരും തന്നെ 20ലധികം വർഷമായിട്ട് സുപ്രീം കോടതി കേസ് നടക്കാം. കേന്ദ്ര സർക്കാർ ഇതിനകത്ത് കൃത്യമായ മറുപടി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനിക്ക്, ദളിത് ക്രൈസ്തവന് സംവരണം ലഭിച്ചേ. കഴിഞ്ഞ 20-24 വർഷമായി കേന്ദ്രം ഭരിച്ച മുഴുവൻ പാർട്ടികളും അതിലില്ലാത്തവർ വന്ന് സംസാരിക്കട്ടെ, അവരോട് സംസാരിക്കാൻ ഞാൻ തയ്യാർ. ദളിത് ക്രൈസ്തവന് നീതി ലഭിക്കുന്നതിൽ അനാസ്ഥ കാട്ടി. ഇനിയും ഇങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കേരളത്തിന് ചുറ്റും കിടക്കുന്ന തമിഴ്നാട്, കർണാടക, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശില്, ഇവിടൊക്കെ ദളിത് ക്രൈസ്തവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും, ജോലി സംവരണം ഒഴികെ ബാക്കിയെല്ലാം തന്നെ ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ആനുകൂല്യം എല്ലാം കൊടുക്കുന്നുണ്ട്. അതാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട്. വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ദളിത് ക്രൈസ്തവ പ്രസ്ഥാനങ്ങളെല്ലാം KCC ഉൾപ്പെടെ ചേർന്നുകൊണ്ട് നമ്മൾ അസംബ്ലിയിലേക്കൊക്കെ മാർച്ച് നടത്തി. കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം എടുത്തു കളയുക ചെയ്യുന്നത്. ഇവിടെ എന്ത് നീതിയാണ് നടപ്പിലാക്കുന്നത്? ജസ്റ്റിസ് JB കോശി കമ്മീഷൻ പറഞ്ഞു ദളിത് ക്രൈസ്തവർക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കണമെന്ന്. ഇപ്രകാരം ക്രൈസ്തവ സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പറഞ്ഞത് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് എന്താ പ്രയാസം? എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം. ന്യൂനപക്ഷ കമ്മീഷൻ നിയമത്തിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരായ നിയമനിർമ്മാണം അത് മാറ്റിക്കൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരണം. ഇക്കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസും UDF-ഉം സമരം തുടങ്ങണം. ക്രിസ്ത്യാനിക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കണം, ക്രിസ്ത്യാനിക്ക് വേണ്ടി നിങ്ങൾ ശബ്ദം ഉയർത്തണം. ഞാൻ ഇന്ന് വെല്ലുവിളിക്കുകയാണ്, UDF-ഓ LDF-ഓ, ഞങ്ങൾക്ക് കോൺഗ്രസിനോട് പ്രത്യേക മമതയില്ല, CPM-നോട് പ്രത്യേകിച്ച് മമതയില്ല, BJP-യോടും പ്രത്യേകിച്ച് മമതയില്ല, ആരോടും എതിർപ്പുമില്ല. അവന്റെ കൂട്ടുകാരൻ ആരെ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ ശിഷ്യന്മാര് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അവനോട് കരുണ കാണിച്ചവൻ. നമ്മൾ നീതിക്കായിട്ട് യാചിക്കുക, കരുണ കാണിക്കുക. ഇവിടെ 80-20 കേസ് ഉണ്ടല്ലോ, സ്കോളർഷിപ്പ്, ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്. സാറേ, സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിദ്യാർത്ഥികളിൽ സാമ്പത്തികമായി പ്രയാസമുള്ളവർക്ക് കിട്ടുന്ന, അതിൽ നീതിപൂർവമായിട്ടുള്ള വിതരണം ഉണ്ടാകാതെ വന്നപ്പോൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് അതിൽ നീതിപൂർവമായ ഇടപെടൽ ഉണ്ടാകാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയുടെ വിധി വന്നാൽ, ഞാൻ മുതലക്കുളത്ത് പറഞ്ഞതുപോലെ, സംസ്ഥാന സർക്കാരിന് ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസൽമാൻ ആയാലും പ്രശ്നമില്ലല്ലോ, അത് നടപ്പിലാക്കിയാൽ മതിയല്ലോ.
അതിലെനിക്ക് പ്രതിപക്ഷത്തോടും വലിയ അതൃപ്തിയുണ്ട്. ഈ ഹൈക്കോടതി വിധി വന്നപ്പോൾ അതിൽ ഞാൻ മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നുണ്ട് ഒരു കാര്യത്തിൽ. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് അദ്ദേഹം പറഞ്ഞു ഹൈക്കോടതി വിധി നടപ്പിലാക്കും. അതിന്റെ അടുത്ത ദിവസം രാവിലെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ VD സതീശൻ സാർ അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് പറഞ്ഞത് ശരിയാ, മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാ. അന്ന് 11 മണിയായപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി. പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ അറിയാതാണ് സംസാരിക്കുന്നത്. ഉച്ചയായപ്പോൾ വീണ്ടും പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി. മുസ്ലിം ലീഗ് പറഞ്ഞതാണ് ശരി, സംസ്ഥാന സർക്കാർ അപ്പീലിന് പോകണം. സാറേ, കോൺഗ്രസിന്റെ നിലപാട് അതി ക്ലിയർ അല്ലേ? രാവിലെ 10 മണിക്ക് പറഞ്ഞത് ഉച്ചയ്ക്ക് മാറ്റുന്നു, കാരണം മുസ്ലിം ലീഗിന്റെ ഒരു പ്രസ്താവന. അങ്ങനെ കോൺഗ്രസിന് കടപ്പാട് നീതിയോടാണോ, അതോടൊപ്പം ക്രൈസ്തവ സമൂഹത്തോടാണോ, അതോ മുസ്ലിം സമൂഹത്തോടാണോ? ക്രൈസ്തവ സമൂഹത്തോട് പ്രത്യേകിച്ച് കടപ്പാടൊന്നും ആർക്കും വേണ്ട, ഞങ്ങൾക്ക് നീതി ലഭിച്ചാൽ മതി. പ്രതിപക്ഷ നേതാവ് ഇത് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി കളം മാറുന്നു, മുസ്ലിം സമൂഹത്തെ കയ്യിലെടുക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി ബുദ്ധിമാനല്ലേ, അദ്ദേഹം പറഞ്ഞു നമ്മൾ അപ്പീൽ പോകുമെന്ന്. അങ്ങനെ അവർ അപ്പീലിന് പോയി. സാറേ, ഈ കേസിൽ 2 കക്ഷികളാണ് ഉള്ളത്. ഒന്ന് മുസ്ലിം സഹോദരങ്ങളും, രണ്ടത് ക്രിസ്ത്യാനികൾ. മുസ്ലിം സഹോദരങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ അവർ അപ്പീൽ പോയിട്ട്, അതതിന്റെ മാന്യത. സർക്കാർ എന്തിന് അപ്പീല് പോയി? അതുകൊണ്ട് അടിയന്തരമായി സുപ്രീം കോടതിയിൽ കൊടുത്ത അപ്പീലിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണം. പ്രതിപക്ഷ നേതാവിനോട് ഞാൻ ആവശ്യപ്പെടുന്നു, പ്രതിപക്ഷം ഇതിനു വേണ്ടി നിയമസഭയിൽ ശബ്ദമുയർത്തണം. ഞങ്ങളോട് കരുണ കാണിക്കുന്നവൻ ആരെന്ന് ഞങ്ങൾക്കറിയണം. കരുണയല്ല, നീതി കാണിക്കുന്നവൻ ആരെന്നറിയണം. ഞാൻ പറയുന്നു, ഒരാളോടും നമുക്ക് താല്പര്യമില്ല, ഒരാളോടും ദേഷ്യമില്ല. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം. ക്രൈസ്തവ സമൂഹത്തിന് നീതി നിഷേധിക്കുന്ന ഇടപെടലുകൾ, ആരാധനാ സമൂഹം, ആരാധനയ്ക്കുള്ള കെട്ടിടം, അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പ് പ്രശ്നം, ഇതിലെല്ലാം തന്നെ ദളിത് ക്രൈസ്തവ പ്രശ്നം, ഇതിലൊക്കെ നീതിപൂർവമായ ഇടപെടൽ ഉണ്ടാകണം. ആരത് ചെയ്യുന്നു അവരെ സപ്പോർട്ട് ചെയ്യും. ഞാൻ പറയുന്നത് സമൂഹത്തിന്, ഞാൻ വ്യക്തിപരമായി എന്റെ കാര്യം പറയുന്നു. ക്രൈസ്തവ സമൂഹത്തിന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ പേരിൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീതി നടപ്പിലാക്കാൻ ആര് തയ്യാറാകുന്നു അവർ ചെയ്ത് ശരിയെന്ന് പറയും. ഇത് സപ്പോർട്ടൊന്നുമല്ല, ആ കാണിച്ചത് ശരിയെന്ന് പറയുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ, അത് പറയും. ഓക്കെ സാറേ, ഈ വളരെ വിശദമായിട്ട് നമ്മൾ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു. KCCക്ക് വലിയൊരു റോളുണ്ട്. സാറേ എൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു, പല കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്കുള്ള ഒരു സംശയം, ഇവിടുത്തെ മുഖ്യധാര ക്രൈസ്തവ സഭകളെ മാത്രമേ അതിൻ്റെ ഭാഗമായിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാ ക്രൈസ്തവരെയും അതുമായി ചേർത്ത് നിർത്താനുള്ള എന്തെങ്കിലും ഒരു ശ്രമം സാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? സാറേ, ക്രൈസ്തവ സമൂഹത്തിന്റെ ഐക്യം അത് പൂർണ്ണമായും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാനല്ല, അതും എൻ്റെ ക്രിസ്തു ബോധ്യത്തിന്റെ ഭാഗം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് നാം പറയുന്ന ഭാഗത്ത് ക്രിസ്തു പിതാവിനോട് യാചിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്തുവിന് അറിയാമായിരുന്നു തൻ്റെ ശിഷ്യരുടെ ഇടയിൽ ആരാണ് വലിയവൻ എന്ന തർക്കമുണ്ടെന്ന്. അതുകൊണ്ട് ക്രിസ്തു പറയുകയാണ്, നീ എന്നെ ഏൽപ്പിച്ചതൊക്കെ ഞാൻ ചെയ്തു. സത്യം എന്തെന്നത്, വെളിച്ചം എന്തെന്നത് ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ നീ എന്നെ അയച്ചു എന്ന് ലോകം വിശ്വസിക്കണമെങ്കിൽ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവർ ഒന്നാകണം. സുവിശേഷീകരണത്തിന്റെ ഏറ്റവും വലിയ തടസ്സം ബാഹ്യ പ്രശ്നങ്ങളല്ല, ക്രിസ്തു ശിഷ്യരുടെ ഇടയിൽ ഐക്യമില്ലായ്മ. ഈ യൂണിറ്റി, ഐക്യം എന്നൊക്കെ പറയുമ്പോൾ യൂണിഫോമിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാവരും കൂടെ സഹകരിച്ചു പോകണം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഒന്നാകണം. സുവിശേഷീകരണത്തിന് അന്ത്യനാളിലേക്ക് സഭയെ ഒരുക്കുന്നതിന് അത് ആവശ്യമാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് KCCയിലൂടെ നടക്കുന്നു. ഇപ്പൊ നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ ജസ്റ്റിസിന് വേണ്ടി, നീതിക്ക് വേണ്ടി, അതിന്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ വിങ് ആണ് നാഷണൽ ക്രിസ്ത്യൻ അലയൻസ്. അതിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. പാസ്റ്റർ ജെയ്സ് പാണ്ടനാടുണ്ട്, ഓർത്തഡോക്സിലെ അച്ഛന്മാരുണ്ട്, മറ്റ് സമൂഹങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ
ചർച്ച് ഓഫ് ഗോഡിന്റെ മുൻ സെക്രട്ടറി ആയിരുന്ന പാസ്റ്റർ തോമസ് എം പുളിവേലിലുണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അവിടെ സഭാവ്യത്യാസമൊന്നുമില്ല. KCC-യിലും സഭാവ്യത്യാസം ഇല്ലാതെ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. ഓർത്തഡോക്സ്, യാക്കോബായ, കൽതായ, അതോടൊപ്പം തന്നെ തൊഴിയൂർ, ഈ സഭകളെല്ലാം ഒരു ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ പോകുന്നു. ജ്ഞാനായ സഭയുണ്ട്, മാർത്തോമ CSI, ഒരു റീഫോംഡ് ആയിട്ടുള്ള ചർച്ചസ് ഉണ്ട്. സാൽവേഷൻ ആർമി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണെന്നറിയാം. അതോടൊപ്പം തന്നെ ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ, ബൈബിൾ ഫെയ്ത്ത് മിഷൻ, ഇങ്ങനെയുള്ള പല ചർച്ചസ് ഇതിനകത്തുണ്ട്. ബിലീവേഴ്സ് ചർച്ച് ഉണ്ട്. അതോടൊപ്പം ചർച്ച് ഓഫ് ഗോഡ് ഇൻ സൗത്ത് ഇന്ത്യയും KCC-യുടെ ഭാഗമാണ്. അന്നേരം പെന്തക്കോസ്റ്റൽ ചർച്ചസും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. എന്നാൽ KCC-യുടെ പ്രൊസീജിയർ അനുസരിച്ച് ഒരു സഭ അപേക്ഷ വന്നാൽ അതിനെക്കുറിച്ച് പഠിച്ച് തീരുമാനമെടുത്ത് മുൻപോട്ട് പോകും. പെന്തക്കോസ്റ്റൽ സഭകളുമായിട്ട് വളരെ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പൊതു പ്രശ്നങ്ങളിൽ ഇവരോടെല്ലാം തന്നെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കൺവെൻഷൻ പറന്തൽ നടന്നപ്പോൾ അതിലെ ഒരു എക്യുമിനിക്കൽ സെഷനിൽ എന്നെ വിളിച്ചിരുന്നു. ഞാനത് വിശദീകരിച്ചതാണ്. ഇതെല്ലാം തന്നെ നടക്കുന്നു. ഇതിന് തടസ്സമൊന്നുമില്ല. അതാത് സഭകളുടെയും KCC-യുടെ പൊതുവായ താല്പര്യമാണ് പ്രധാനം. അങ്ങനെ സഭകൾ ചിന്തിക്കുമ്പോൾ അതിനനുസരിച്ച് അതാത് കാലത്തെ കമ്മിറ്റി തീരുമാനമെടുത്ത് മുൻപോട്ട് പോകുന്നതാണ്. എല്ലാവരും ഒരുമിച്ച് വരണം, എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ എല്ലാ ലക്ഷ്യം സഭ വളരുക എന്നതിനേക്കാൾ ഉപരി ദൈവരാജ്യത്തിന്റെ വളർച്ചയായിരിക്കണം. അതിനുവേണ്ടി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യവുമാണ്. ഇത്രത്തോളം സമയം ഒന്നിച്ച് സംസാരിക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഒന്ന് രണ്ട് വ്യക്തിപരമായ ചോദ്യങ്ങൾ. അഡ്വക്കേറ്റ് ആണ്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സാറേ, 2014 മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല. അതിന് കാരണം 2014 ഞാൻ മാർത്തോമാ സഭയുടെ സഭാ ട്രസ്റ്റിയാണ്. സഭയുടെ ട്രസ്റ്റി എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം ആയിരിക്കാൻ കഴിയുന്ന പൊസിഷൻ. സഭയുടെ സ്വത്തിന്റെ ഉടമയും സഭാ ട്രസ്റ്റികളാണ്. മെത്രാപ്പോലിത്ത തിരുമേനിയും വൈദിക ട്രസ്റ്റിയും സഭാ ട്രസ്റ്റിയാണ്. പൂർണ്ണ സമയം അതിനുവേണ്ടി ചെലവഴിച്ചെങ്കിലേ ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. സഭയുടെ എല്ലാ തലത്തിലും ഓടിയെത്തുകയും ഞാൻ അത് ചെയ്തില്ല എങ്കിൽ ഞാൻ ആ പൊസിഷനിലേക്ക് വന്നിട്ട് ആത്മാർത്ഥത കാട്ടാതിരിക്കുകയാണ്. എന്നാൽ എന്നെ ഫയൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ ജീവൻ. എൻ്റെ കയ്യിൽ കേസ് കൊണ്ടുതരുന്ന ഓരോരുത്തർക്കും അവന്റെ പ്രശ്നം വളരെ വലുതാണ്. കോടതിയിൽ കേസ് വിളിക്കുമ്പോൾ ഞാൻ അവിടെ ഹാജരായില്ലെങ്കിൽ ഞാൻ അവിടെ കാണിക്കുന്ന അനീതിയാണ്. സഭ എന്നെ ഏൽപ്പിച്ച ചുമതല വിശ്വസ്തയോടെ ചെയ്തില്ലെങ്കിൽ അവിടെ കാണിക്കുന്ന അനീതിയാണ്. എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയ സമ്പന്നത ഉണ്ടാകണമെന്ന്, ആ രീതിയിൽ ഭൗതികമായ ആഡംബരത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിച്ചു പോയിരുന്നതിൽ തെറ്റില്ല. എൻ്റെ പിതാക്കന്മാരെന്നെ വളർത്തി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു പ്രയാസത്തിലൂടെ വളർന്നു. ഞാനൊരു ചുമട്ടു തൊഴിലാളിയുടെ മകനാണ്. എൻ്റെ പിതാവ് ചുമട്ടു തൊഴിലാളിയാണ്. അത് പറയുന്നത് ഞാൻ അഭിമാനിക്കുകയും ചെയ്തു. അങ്ങനെ വളർന്നു വന്ന ഒരാളെ സംബന്ധിച്ച് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മതി എന്ന് വെക്കുന്ന ഒരാൾ. ഞാൻ സഭയുടെ ട്രസ്റ്റിയായി വന്നപ്പോൾ എൻ്റെ ഭാര്യയും ഞാനും തമ്മിൽ ഒരു ധാരണയുണ്ടായി. അവൾ അധ്യാപികയാണ്. ആ ലഭിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാം. അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു പോയാൽ എന്നെ ഏൽപ്പിച്ചതിൽ വിശ്വസ്തനായി ജീവിക്കാം. ഞാൻ നല്ല അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞിരുന്ന ഒരാൾ ഇവനിപ്പോൾ ഉഴപ്പുന്നവനാണ്, ഇവന് കാശിന് വേണ്ടി ഞങ്ങളുടെ ഫയൽ മേടിച്ച് കയ്യിൽ വെച്ചിരിക്കുക. ആ പേരുദോഷം കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അന്ന് ഞാൻ ആ പണി നിർത്തി. സഭയുടെ ചുമതല കഴിഞ്ഞപ്പോൾ KCC നേതൃത്വത്തിലേക്ക് വന്നു. ഇന്ന് KCC-ക്ക് ഉണ്ടായ മാറ്റം സാറ് ശ്രദ്ധിക്കുന്നുണ്ട്. കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രാദേശിക യൂണിറ്റുകൾ ശക്തമായ നിലപാടുകളുമായി വളരെ സജീവമായി. ഒരു ദിവസം 2 പ്രോഗ്രാമെങ്കിലും KCC-യുടെ ഭാഗമായി കേരളത്തിൽ എവിടെയെങ്കിലും നടക്കും. ആ നിലയിലേക്ക് സാറേ നമ്മളെ എന്ത് ഏൽപ്പിക്കുന്നു അത് സഭയെങ്കിൽ സഭ, KCC എങ്കിൽ KCC, അല്ല പ്രാക്ടീസ് എങ്കിൽ പ്രാക്ടീസ്. ചെയ്യുന്നത് വിശ്വസ്തയോടെ ചെയ്യുക, 100% ആത്മാർത്ഥതയോടെ ചെയ്യുക, ദൈവത്തിന് എന്ന പോലെ ചെയ്യുക. അതാണ് എൻ്റെ പോളിസി. അതുകൊണ്ട് പ്രാക്ടീസിൽ നീതി പുലർത്താൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് നിർത്തി. ഇപ്പോൾ എൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ദൈവരാജ്യ ശുശ്രൂഷയാണ് ആ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്ന പോലെ എല്ലാവരെയും ചേർത്ത് നിർത്താനായി ശ്രമിക്കുക. അത് ആ സുവിശേഷ പ്രവർത്തനത്തിൽ ഞാൻ പൂർണ്ണമായി വ്യാപൃതനായിരിക്കും. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhD ഉണ്ട്. പഠനം, കുടുംബം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ പഠിച്ചതൊക്കെ
പന്തളത്തിനടുത്ത് ഇടപ്പോൺ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടുത്തെ ഹൈസ്കൂളിൽ, ഇടപ്പോൺ ഹൈസ്കൂളിൽ പ്രീ ഡിഗ്രി മുതൽ MA വരെ പന്തളം NSS കോളേജിൽ പഠിച്ചു. ഈ ബിഷപ്പ് മൂറിലും പന്തളം NSSൽ പഠിച്ച സമയത്ത് സ്കൂളിലെ ടോപ്പറായിരുന്നു ഒക്കെ. അന്നേരം അഡ്മിഷൻ രണ്ടിടത്തും കിട്ടിയപ്പം പന്തളം പ്രിഫർ ചെയ്യാൻ കാരണം അവധി ദിവസമാണെങ്കിൽ നടന്ന് വീട്ടിലേക്ക് വരാം, 6 കിലോമീറ്റർ അല്ലേ ഈ കൺസെഷൻ കിട്ടാത്ത ദിവസം. അന്നേരം അത് തിരഞ്ഞെടുക്കാൻ അന്നത്തെ കാലത്ത് തന്നെ അങ്ങനെ പന്തളം NSSൽ MA വരെ പഠിച്ചു, പ്രീ ഡിഗ്രി പോയി. അത് കഴിഞ്ഞ് 2 വർഷക്കാലം സൗദിയിൽ പോയി ജോലി ചെയ്തു. തിരിച്ചു വന്ന് LLB ലോ അക്കാഡമി പൂർത്തീകരിച്ചു. അതിനുശേഷം ഹ്യൂമൻ റൈറ്റ്സിൽ മാസ്റ്റേഴ്സ് എടുത്തു. ലിറ്ററേച്ചറിൽ ഈ പറഞ്ഞതുപോലെ PhD എടുത്തു. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് എടുത്തേക്കുന്നത് ഹ്യൂമൻ റൈറ്റ്സ് എലമെന്റ്സ് ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ് ഡോക്ടർ BR അംബേദ്കർ. ആ വിഷയത്തിലാണ് PhD എടുത്തത്. ഇതാണ് പഠനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കുടുംബം, ഭാര്യ ഹയർ സെക്കൻഡറി അധ്യാപികയാണ്, ഇപ്പോൾ കോട്ടയത്ത് വർക്ക് ചെയ്യുന്നു. പ്രിൻസിപ്പളായിട്ട് നിയമനം കോർപ്പറേറ്റ് മാനേജ്മെന്റ് ലഭിച്ചു. കീഴിലത്തേക്ക് ജൂൺ 1 മുതൽ പോകും. 3 കുഞ്ഞുങ്ങളാണ്. മൂത്തവള് ഡിഗ്രി കഴിഞ്ഞ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തവള് ഡിഗ്രിക്ക്, മൂന്നാമത്തവള് 11 ഇവിടെ തിരുവല്ലയിലെ SCS സ്കൂളിൽ പഠിക്കുന്നു. ഇതാ എൻ്റെ. ഓക്കെ, ക്രിസ്തു ദർശനം പൂർണ്ണമായി ജീവിതത്തിൽ ഏറ്റെടുത്ത് അതിനനുസരിച്ച് സാമൂഹ്യ സേവനവും സഭാപ്രവർത്തനങ്ങളിലും ക്രൈസ്തവ സാക്ഷ്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് വീണ്ടും ശക്തീകരിക്കട്ടെ, ബലം പകരട്ടെ. പറഞ്ഞതുപോലെ ക്രൈസ്തവ സഭകളുടെ ഒരു ആഗമന ക്രൈസ്തവ സഭകളുടെ ഐക്യം, അതിനുവേണ്ടിയുള്ള ഐക്യം എല്ലാ നിലയിലും അത് നമ്മുടെ സമൂഹത്തിന് പ്രയോജനകരമാകുന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊരു ദർശനമുള്ളത് നല്ലത്. അത് കുറച്ചുകൂടെ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് സഹായിക്കട്ടെ. അവസാനമായി പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടെ പറയും. ഒരു വ്യക്തി എന്ന നിലയിൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും ഏത് വിഭാഗമായാലും, നമ്മളെ ഭരിക്കുന്നത്, ഞാൻ ചെയ്യുന്നത് ഈ സമൂഹത്തിന് എങ്ങനെ ഗുണകരമാകണം എന്ന ചിന്തയായിരിക്കണം. നീതിബോധത്തോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എന്നാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഒരു ക്രിസ്ത്യാനി എന്ത് ചെയ്താലും ദൈവരാജ്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം. അത് ഏത് നിലയിലിരിക്കുന്ന, സാധാരണ വിശ്വാസിയാണെങ്കിലും സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിലും, നമ്മുടെ ദർശനം എന്ന് പറയുന്നത് അതായിരിക്കണം. ഇനിയും നമുക്ക് ബോധ്യമുള്ളത് നമ്മൾ ചെയ്യാവും. ക്രിസ്തു സഭയുടെ നേതൃത്വത്തിൽ ഇരുന്നാലും വിശ്വാസിയായിരുന്നാലും ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് മുൻപോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വീണ്ടും വരവിനായിട്ട് സഭയും സമൂഹത്തെ ഒരുക്കുക, എല്ലാവരുമായി ചേർന്ന് പോകുക. നമുക്കൊരു മതത്തോടും പ്രത്യേകിച്ച് താല്പര്യമോ അല്ലെങ്കിൽ എതിർപ്പോ വേണ്ട. ഈ സമൂഹങ്ങളെല്ലാം പണ്ടും ഇവിടെ ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയിലും ഇവരൊക്കെ കാണും എന്നാണ്, ഞാൻ തിയോളജിയനല്ല, വേദപുസ്തകം പഠിച്ചിട്ടില്ല, എന്നാൽ വായിച്ചതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അവിടെ കാണും, ഇവരെല്ലാം യെരുശലേമിൽ വരും എന്നൊക്കെയാണ് വായിച്ചേക്കുന്നത്. അന്നേരം എല്ലാവരും ഇവിടെ ഉണ്ടാകും. എല്ലാവരുടെയും നന്മ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനുവേണ്ടി ജാതിയോ മതമോ നോക്കാതെ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നത് പ്രാഥമികമായി ഇപ്പൊ എൻ്റെ ഭാര്യ, കുഞ്ഞുങ്ങൾ, അമ്മ, അപ്പൻ, ഇതെല്ലാം എൻ്റെ അടിസ്ഥാന ഘടകം. എന്നാൽ അതേസമയം തന്നെ അത് കഴിയുമ്പോൾ എൻ്റെ ഇടവക, എൻ്റെ സഭ, എൻ്റെ സമൂഹം, എൻ്റെ രാജ്യം, ആ നിലയിൽ ഇതിനെല്ലാത്തിനും വേണ്ടി എല്ലാത്തിനെയും ചേർത്ത് നിർത്തോടുമ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിയണം. അത്ര മാത്രമേ എനിക്ക് പറയുവാൻ. താങ്ക് യു. പ്രാർത്ഥിക്കുക. ആത്മീയ ശുശ്രൂഷകളിൽ സന്ദേശങ്ങൾ നൽകുന്ന ഒരു പ്രസംഗകനാണോ താങ്കൾ? പ്രസംഗിക്കുവാൻ താല്പര്യമുണ്ടോ? വേദപുസ്തകം കൃത്യമായി പഠിക്കുവാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മനോഹരമായ ഒരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. OG ശാമുവേൽ രചിച്ചിരിക്കുന്ന പ്രീച്ചേഴ്സ് ഗൈഡ് എന്ന ഈ ഗ്രന്ഥം ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്. 72 പ്രധാനപ്പെട്ട വിഷയങ്ങൾ സമഗ്രമായി പഠിച്ച് പ്രസംഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. 1000-ലധികം പേജുകളുള്ള ഈ പുസ്തകത്തിന്റെ ഓരോ പേജും പ്രസംഗങ്ങളാണ്. 100 കണക്കിന് പ്രസംഗങ്ങൾ ഇതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിന്റെ വില 1000 രൂപയാണ്. നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതോടൊപ്പം നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പ് സന്ദേശമായിട്ട് നിങ്ങളുടെ അഡ്രസ് അയച്ചു തരിക. കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മാത്രവുമല്ല, ഈ പുസ്തകം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് സൗജന്യമായി മറ്റൊരു മനോഹര ഗ്രന്ഥം കൂടെ നൽകുന്നു. ദാവീദിനെ കുറിച്ചുള്ള 17 പ്രസംഗങ്ങൾ അടങ്ങിയ ഡോക്ടർ സണ്ണി ഫിലിപ്പിന്റെ മനോഹരമായ ഗ്രന്ഥം ഇതോടൊപ്പം സൗജന്യമായി നൽകുന്നു. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക.